ഡയറ്റിങ്ങിനെ ഒട്ടും ബോറടിപ്പിക്കാത്ത ഒരു ഹെൽത്തി കോമ്പിനേഷൻ. വയർ നിറയ്ക്കുകയും ഒപ്പം ശരീരത്തിലേക്ക് അമിത കലോറി എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു മികച്ച ലോ കലോറി ഹൈ പ്രോട്ടീൻ മീൽ. കൂടാതെ വയറിൻ്റെ ആരോഗ്യത്തിന് നല്ല ബാക്ടീരിയയും ഉയർന്ന അളവിൽ ഫൈബറും. ഞാൻ ഇവിടെ 1 സ്പൂണ് ചിയാ സീഡാണ് ഒന്ന് സോക്ക് ചെയ്യാനെടുത്തത്. ഇത് 1 അവർ അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഇവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഓവർനൈറ്റാണ് സോക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡും ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 1/2 മുതൽ 3/4 ഗ്ലാസ് വെള്ളം വരെ ഒഴിച്ച് ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇതുപോലെ നമ്മളുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. ഞാൻ ഇതിലേക്ക് മൊത്തം 3/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സ്റ്റിക്കി പോലെ തോന്നും നമ്മളുടെ ചിയാ സീഡിൻ്റെ ആണത്. ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കൂടുതൽ നേരം നമുക്ക് വിശപ്പ് തോന്നാണ്ടിരിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇത് ഒരു പാനിലേക്ക് ഒഴിച്ച് കുട്ടി കുട്ടി ദോശയായിട്ട് ഒന്ന് ചുട്ടെടുക്കണം. ഞാൻ ഈ ഒരു സൈസിലാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 വലിയ റാപ്പായിട്ടും ഇത് തയ്യാറാക്കാവുന്നതാണ്. കുറച്ചുകൂടെ സമയം നമ്മൾക്ക് ലാഭിക്കാം. ഒട്ടും എണ്ണ തന്നെ ഒഴിച്ചിട്ടില്ല നമ്മളിതിൽ. ഇനി നമ്മൾക്ക് ഒരു സൈഡ് കുക്കായ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് ടേസ്റ്റ് കൂടുതലാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഏത് നേരവും കഴിക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് യോഗേർട്ട് ചേർക്കുന്നുണ്ട്. ചിലർക്ക് രാത്രിയിൽ യോഗേർട്ട് തൈരും ഒക്കെ കഴിക്കുന്നത് സൈനസ് പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ളവർ മോർണിംഗ് അല്ലെങ്കിൽ ലഞ്ചായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ഞാൻ ഒരു ബൗളിലേക്ക് 3 സ്പൂണ് ലോ ഫാറ്റ് യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/4 സ്പൂണ് പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഹണിയും ലെമൺ ജ്യൂസ് 1 സ്പൂണുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല ക്രീമി ആയിട്ട് എടുക്കണം. നമ്മളുടെ ചിയാ സീഡും ഓട്സും ചേർന്ന സിമ്പിൾ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഇതേ വലിപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നമ്മളുടെ യോഗ ഡ്രസ്സിങ് വളരെ ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കാണാൻ ഭംഗിക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇതിലേക്ക് പകുതി സവോളയാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഒണിയനൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇനി കൂടുതൽ ഫൈബർ ഇറങ്ങിയ നമ്മളുടെ ക്യുക്കുംബർ, അതും ഒരു പകുതി ക്യുക്കുംബറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ശരീരത്തിന് ആവശ്യമായ നല്ല പ്രോട്ടീൻ നൽകുന്ന അധിക കലോറി ഇല്ലാത്ത മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതും 2 എണ്ണം ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മുട്ട കഴിക്കാത്ത ആളാണെങ്കിൽ ഇതിലേക്ക് ഒന്ന് സോയ ചങ്ക്സ് ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മളുടെ വെളുത്ത കടല ചിക്പി ചേർക്കാവുന്നതാണ്. ഞാൻ ഒരു മുട്ട 4ആയിട്ട് മുറിച്ചാണ് ചേർത്തിരിക്കുന്നത്. വലിപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെറുതെ കട്ട് ചെയ്തിട്ടാലും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി നമ്മളിതാ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഓട്സ് റാപ്പ് ഇതിലേക്ക് ചേർത്ത് സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഓയിലാണ്. ഇത് നമ്മളുടെ ഒലിവ് ഓയിലാണ്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ചില്ലി ഫ്ലേക്സും മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. ഡയറ്റ് ചെയ്യുന്നവർക്കും അമിതവണ്ണം കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും ഇത് നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ്. നമ്മൾക്ക് ഒരു നേരത്തന്നെ ആവശ്യമായ പ്രോട്ടീനും ഫൈബറും കലോറിയും എല്ലാം ഒരൊറ്റ പ്ലേറ്റിൽ നിന്ന് കിട്ടും. നമ്മൾ ഈ ഒലിവ് ഓയിൽ ചേർക്കുന്നത് ഇതിലെ നല്ല കൊഴുപ്പ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ഓയിലിൻ്റെ അളവ് കൂടിയാൽ കലോറി കൂടാനും ചാൻസ് ഉണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ കലോറിയും കൂടുതൽ ഫൈബറും പ്രോട്ടീനുമുള്ള നമ്മളുടെ സിമ്പിൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ റാപ്പിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്.
കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലഞ്ച് ബോക്സ് ആയിട്ട് പാക്ക് ചെയ്യാവുന്നതാണ്. ഡ്രസ്സിങ് മിക്സ് ആക്കാതെ സെപ്പറേറ്റായിട്ട് വെജിറ്റബിൾസും മുട്ടയും പാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.